ബ്രസീൽ ഈ വേൾഡ് കപ്പ് അടിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് വെച്ച് നോക്കിയാൽ അതിനേക്കാളും സാധ്യത കൂടുതൽ ബ്രസീലിൻ്റെ ഗ്രൂപ്പിൽ തന്നെ മൊറോക്കോയ്ക്കാണ്. കാരണം ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത, വിന്നേഴ്സിന് തീരുമാനിക്കുന്ന ഒരു റൂള് പോലെ പ്രവർത്തിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ പാറ്റേൺ ഉണ്ട് വേൾഡ് കപ്പിൽ. അതനുസരിച്ച് ബ്രസീലിനോ പോർച്ചുഗലിനോ ഇംഗ്ലണ്ടിനോ കപ്പടിക്കാൻ സാധിക്കില്ല. അവരെക്കാട്ടിയും സാധ്യത കൂടുതൽ അർജന്റീനയ്ക്കും ജർമ്മനിക്കും ഫ്രാൻസിനും, അവർ കൂടാതെ ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ 1930 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യും തൊട്ട് 2022 വേൾഡ് കപ്പ് വരെ ഒരു ഫോറിൻ മാനേജറുള്ള നേഷൻ പോലും ഇതുവരെ വേൾഡ് കപ്പ് അടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് കപ്പടിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ ഹെഡ് കോച്ച് ആ സെയിം നാഷണാലിറ്റിക്കാരൻ തന്നെ ആയിരിക്കണം. എക്സാമ്പിൾ, ബ്രസീലിന്റെ ഇപ്പോഴത്തെ ഹെഡ് കോച്ച് ആഞ്ചലോട്ടി ഇറ്റാലിയനാണ്. പോർച്ചുഗലിന്റെ ഹെഡ് കോച്ചായ റോബർട്ടോ മാർട്ടീനസ് സ്പാനിയനാണ്. ഇങ്ങനെയുള്ള ആർക്കും കപ്പടിക്കാനാകത്തില്ല. ഇനി കപ്പ് അടിക്കണമെങ്കിൽ ഫ്രാൻസിന്റെ ഫ്രഞ്ചുകാരനായ ദീത്തർ ദെസ്ചാംസിനെ പോലെയും അർജന്റീനയുടെ സ്കലോണി പോലെയും ജർമ്മനിയുടെ നെഗൽസ്മാനെയും പോലെ ആയിരിക്കണം. ആ സെയിം നാഷണാലിറ്റി ആയിരിക്കണം. വേൾഡ് കപ്പ് അടിക്കാൻ മാത്രമല്ല, വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്താൻ പോലും ഫോറിൻ മാനേജേഴ്സിനെ കൊണ്ടുള്ള നേഷനെ 2 തവണ പറ്റിയിട്ടുള്ളൂ. അത് ഒന്ന് 1958 സ്വീഡനും പിന്നെ 1978 നെതർലാൻഡ്സിന് മാത്രമാണ് അത് സാധിച്ചിട്ടുള്ളത്. 2022 വരെ 22 എഡിഷൻ വേൾഡ് കപ്പ് 92 വർഷങ്ങളിലായി നടന്നപ്പോൾ ഈ ഒരു റെക്കോർഡ് അങ്ങനെ തന്നെ തുടരണമെങ്കിൽ അത് വെറും ഒരു കോയിൻസിഡൻസ് മാത്രമല്ല, അത് എൻ്റെ അഭിപ്രായത്തിൽ സൂചിപ്പിക്കുന്നത് മെൻറ്റാലിറ്റിയാണ്. എന്നാൽ ഒരു ഫോറിൻ മാനേജറിന് ഒരിക്കലും ആ ടീമുമായി 100% കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അത് അവർക്ക് വെറും ഒരു ടീം മാത്രമാണ്, ഒരിക്കലും ഒരു ഇമോഷൻ ആവത്തില്ല. ആ മെൻറ്റാലിറ്റിയുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് 2022 അർജന്റീന ടീമും 1950 ബ്രസീലിനെ മറികടന്ന് ഉറുഗ്വേ കപ്പടിക്കാനുള്ള കാരണം.